കൗമ് വല്ലാത്തൊരു കൗമ് തന്നെയാണ്. വെച്ചു കൊടുക്കുക. സന്മാർഗം സ്വീകരിക്കട്ടെ എന്ന ആഗ്രഹമുള്ള മഹാപണ്ഡിതനാണ്. ഓ സുഹൃത്തുക്കളെ, നിങ്ങളെ കേൾക്കുന്നില്ലേ? നമ്മുടെ രാജ്യത്തെ ഒരു പെൺകുട്ടിക്ക് വേണ്ടി, അതാ മോചനത്തിന് വേണ്ടി, ഒരു രാജ്യത്തിന്റെ അതാ ഭരണകൂടത്തിന്റെ വധശിക്ഷയിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സുൽത്താനുൽ ഉലമ ഉസ്താദ് അവിടുത്തേക്ക് സൗഹൃദമുള്ള വലിയ പണ്ഡിതന്മാരോട് ആവശ്യപ്പെടുന്നു. അൽഹംദുലില്ലാഹ്, ഉസ്താദ് അവരുടെ ഇടപെടലുകൾക്ക് വലിയ ഫലം കാണുന്നു. ഈ സമയത്ത് വലിയ അസൂയയുമായി നടക്കുന്ന മനുഷ്യന്മാരെ കുറിച്ച് സഹതപിക്കലല്ലാതെ എന്താണ് നമുക്ക് പറയേണ്ടി വരുന്നത്? സുഹൃത്തുക്കളെ, ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്ന പ്രവർത്തനത്തിൽ ഉസ്താദിനോട് ചേർന്ന് നിൽക്കേണ്ടുന്ന സമയം കുത്തിത്തിരിപ്പ് നടത്തുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ടെന്നറിയുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിന്റെ, യമന്റെ രാജ്യത്തിന്റെ മുന്നിൽ അല്ല, ലോകത്തുള്ള മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ വലിയ നാണക്കേടല്ലേ, വലിയ മോശമല്ലേ? എങ്ങനെയുണ്ട് വയറ്? ഉറൂസിന്റെ വയല വല്ലാത്തൊരു കൗമുട്ടോ. അപ്പൊ ഇവര് പറഞ്ഞു വരുന്ന എന്താ നിങ്ങള്, ഇവരൊരു കാര്യം പറഞ്ഞാൽ ലോകം എല്ലാവരും അംഗീകരിച്ചോളണം, ഇല്ലെങ്കിൽ അതിൻ്റെ പേര് കുത്തിത്തിരിപ്പ് എന്നാണ്. പച്ച നുണ പറയാ, അതിൻ്റെ പേരിൽ ക്രെഡിറ്റ് ഉണ്ടാക്കാൻ പോകുമ്പോൾ അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഫിത്തിന. എന്നാൽ ആ ഫിത്തിനക്ക് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളെ കള്ളത്തരങ്ങളൊന്നും അവിടെ നിലക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. അതാണ് ഇസ്ലാഹ്, ഫിത്തനയെ ഒഴിവാക്കൽ. വലിയ ഫിത്തന നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഫിത്തനയാണെന്ന് പറഞ്ഞു കൊടുക്കൽ. എന്നിട്ട് വഴല് പറഞ്ഞിട്ട് പറയാ, എന്താ വഴല്, എന്തേ ഇപ്പോൾ ഇവിടെ ഉണ്ടായി? ഒന്നും ഉണ്ടായില്ല. എത്ര ഉണ്ടായി, ക്ലിപ്പിടാൻ സമയമില്ലാഞ്ഞിട്ടാ. എന്തൊക്കെ വഴലാ പറഞ്ഞേ? പാട്ട് പറഞ്ഞ് നിങ്ങൾ കേട്ടില്ല? എന്നാ പാട്ടൊന്ന് കേട്ടോളി. കേന്ദ്രം പോലും കൈമലർത്തിയ നേരം പെയ്തൊരു കാരുണ്യം, കേരള മണ്ണിലെ സൗഹാർദ്ദത്തിൻ ജീവൻ നൽകിയ കാന്തപുരം, കൊലക്കയർ കണ്ണിൻ മുന്നിൽ കണ്ട നിമിഷക്ക് കനിഞ്ഞൊരു പൊതുജന്മം താരമേ, കുരുക്കിടാൻ മാത്രമുള്ളതല്ല മതമെന്ന് കാട്ടിക്കൊടുത്ത ഹിന്ദിൻ താജരേ. സാറായിന് ഈ മാല എന്നാ ഇറങ്ങാന്നാ ഞാൻ നോക്കണത്. വല്ലാത്ത ഒരു നമ്മൾ അതിലുണ്ടായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ ലജ്ജ തോന്നുക. എന്നോ അല്ല നമ്മളെ രക്ഷപ്പെടുത്തിന് എത്ര ശുക്ർ ചെയ്യണം. ഞാൻ അങ്ങനെ ഒരു സംഭവം മുമ്പ് ചെയ്തെങ്കിൽ തന്നെ അത് ചെയ്താണ് പോയാൽ പോയാൽ അതിന് മാലിയും പാട്ടൊക്കെ ഉണ്ടാക്കണം. ഇതാണ് AP ടീം എന്ന് പറഞ്ഞാൽ. ലാ തല വല വാല. നിങ്ങളെങ്ങനെയാണ് നിങ്ങളൊക്കെ ഒരു 100 കൊല്ലം മുമ്പ് മരിച്ചുകൊണ്ടിയാണ്. ഈ ഇല്ലാത്ത പെരുമ അങ്ങാടിയിൽ നിന്ന് കണ്ട് ഓരോരുത്തർ, എൻ്റെ വല്യാപ്പാൻ്റെ കാലത്ത് 100 ആന ഉണ്ടായിരുന്നു, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെ. ഇത് പരസ്യമായിട്ട് ഒരു മതസംഘടന പറയാം, അങ്ങനെയായിരിക്കും. എന്താ അപ്പം അതിൻ്റെ മഹന? എവിടേക്കാണിത് കൊണ്ടുപോകുന്നത്? എന്നിട്ട് ഇവർ പറഞ്ഞ ഏറ്റവും വലിയ സംഭവം എന്താണെന്നറിയോ? ഇപ്പം ഇതിന് മെല്ലെ ഇങ്ങനെ പിൻവലിക്കാനുള്ള പരിപാടിയാണ്. നിങ്ങൾ പിൻവലിയാൻ നോക്കുമ്പോൾ ഓർമ്മപ്പെടുത്തലാണ് ഞങ്ങളെ പണി. എന്താ പ്രസംഗിച്ചതെന്നറിയോ? കേന്ദ്ര ഗവൺമെൻറ്റിന് വരെ കഴിയാത്ത കാര്യമാണ് ഞങ്ങളുടെ ഉസ്താദിന് സാധിച്ചിരിക്കുന്നത് എന്നാണ്. കേന്ദ്ര ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റിന് വരെ കഴിയാത്ത കാര്യം. വളരെ വലിയ അബദ്ധമാണ് ഈ പറയുന്നതെന്ന് ഇവർ ഓർക്കണില്ല. കോടിക്കണക്കിന് ജനങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യം, അത് തന്നെ ഇന്ത്യ പോലെയുള്ള ജനാധിപത്യ രാജ്യം, അതിന് സംവിധാനങ്ങളുണ്ട്, നയതന്ത്ര ബന്ധങ്ങളുണ്ട് മറ്റു രാജ്യങ്ങളുമായി. ഇന്ത്യക്ക് വിദേശകാര്യ മന്ത്രാലയമുണ്ട്.
എങ്ങനെ ഇടപെടണം എന്ന് അവർക്ക് കൃത്യമായി അറിയാം. ആര് ഭരിച്ചാലും, ആര് ഭരിക്കുന്നു എന്നതല്ല പ്രശ്നം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണാധികാരി ആയാൽ ആ ഭരണാധികാരി അല്ലെങ്കിൽ ആ പ്രധാനമന്ത്രി അത് രാജ്യത്തിൻ്റെ മുഴുവനും പ്രധാനമന്ത്രിയാണ്. പിന്നെ ഏതെങ്കിലും ഒരാളുടെ പ്രധാനമന്ത്രിയല്ല. കേന്ദ്രമന്ത്രിയായാലും കേരളത്തിൻ്റെ മിനിസ്റ്ററായാലും അവർ ജനങ്ങളുടേതാണ്. അപ്പം പിന്നെ അവരൊരു കാര്യം കൽപ്പിക്കുമ്പോൾ അതിന് വഴിപ്പെട്ടോളണം എന്നതാണ് നിയമം. നിങ്ങൾക്ക് ഒരാളെ ഭരണാധികാരിയായി നിർത്തപ്പെട്ടാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് അലൈക്കും ബിസ്സംഇ വത്ത്വാഅ, നിങ്ങളുടെ മുകളിൽ നിങ്ങളെ ഭരണാധികാരിയായി ഒരാൾ വന്നാൽ, കണ്ടില്ലേ, വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശിയുൻ, നിങ്ങൾക്കുമേൽ ഭരണം നടത്തുന്നത് ഹബിഷിയായ സാധാരണ ആളുകൾ വില കൽപ്പിക്കാത്ത ഒരാളാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെയുള്ള ആളാണെങ്കിൽ പോലും നിങ്ങളുടെ ഭരണാധികാരികളായി, നിങ്ങളുടെ രാജ്യത്തിൻ്റെ നാടിൻ്റെ ഭരണീയരായി അവർ വന്നാൽ അലൈക്കും ബിസ്സംഇ വത്ത്വാഅ, അവർക്ക് വഴിപ്പെട്ടോളണം. അതാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ മറികടന്ന് ഞങ്ങളൊരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് തന്നെ അപകടം. അത് തന്നെ നിങ്ങൾ വിചാരിച്ച പോലല്ല, അത് കേസ് അല്പം ഗൗരവമാണ്. കാരണം നയതന്ത്ര ബന്ധമില്ലാത്ത ഒരു നാട്ടിൽ ഭീകരവാദികളുടെ പട്ടികയിൽ വരെ ഇടം നേടിയോ എന്ന് സംശയിക്കുന്ന ആളുകളുമായി ബന്ധം സ്ഥാപിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിനെ മറികടന്നൊരു കാര്യം ചെയ്യുമ്പോൾ അത് രാജ്യദ്രോഹം വരെ ആയി മാറും. നിങ്ങൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നില്ല. എനിക്ക് ഏറ്റവും അത്ഭുതപ്പെട്ടത് എന്താ അറിയോ, അത് വിളിച്ചു പറയുന്ന ചങ്ങായി ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. എവിടുന്ന LLB ബിരുദത്വം നമുക്ക് മനസ്സിലായില്ല. നിയമപരമായി LKG കുട്ടിയുടെ വിവരം പോലും ഇല്ലാത്ത LLB-കാരനായി പോയി. അല്ലെങ്കിൽ അത് പറയാൻ പാടുണ്ടോ? ഇയാളുടെ ആ ബിരുദത്തിന് ഇനി നിലനിൽപ്പുണ്ടോ? ഇതാ ഇവർ അവകാശവാദം ഉന്നയിച്ചത്. കേന്ദ്ര സർക്കാരിന് പോലും ചെയ്യാൻ കഴിയാത്തത്. ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. വലിയ അഡ്വക്കേറ്റ് പറയുന്നത് ശരിയാണ്, അവർക്ക് രാഷ്ട്രീയത്തിൽ അവിടെ സ്വാധീനമില്ല. അല്ലെങ്കിൽ സുന്നികൾക്ക് നമ്മളെ കേരളത്തിലൊക്കെ രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും കാലത്ത് സ്വാധീനം ഉണ്ടായിരുന്നു. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. ഇപ്പതാ ഇന്നലെ മിനിയാന്ന് അന്താരാഷ്ട്ര തലത്തിൽ വരെ സുബ്ഹാനല്ലാഹ് ഗവൺമെന്റുകൾക്ക് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ ഇസ്സത്തായ ഈ സുന്നത്തി ജമാഅത്തിനെ ഈ കേരളത്തിൽ ഈ നിലക്ക് നിലനിർത്തുന്നതിൽ മറ്റാരെക്കാളും ഏറ്റവും വലിയ സംഭാവന ചെയ്ത ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താനുൽ ഉലമാ തവ്വലല്ലാഹു ഉംറഹു, ആ ഉസ്താദ് ഇടപെട്ടിട്ടല്ലേ പ്രിയപ്പെട്ടവരെ മറ്റാർക്കും ചെയ്യാത്ത ഒരു സംഗതി, അഥവാ ഇന്ന് നടക്കേണ്ട ഒരു വധശിക്ഷ ഇന്ന് നടത്തൂല എന്നുള്ളിടത്തെത്തിയത്. അതിന്റെ അപ്പുറവും ശൈഖുനായുടെയും ബഹുമാനപ്പെട്ട ഹബീബ് ഉമർ ബിൻ ഹഫീദ് തങ്ങളവர்களுടെയും ഒക്കെ ആ പ്രവർത്തനം അത് സമ്പൂർണമായി വിജയിക്കുന്ന ഒരവസ്ഥ കാണിച്ചു തന്നു അല്ലാഹു തആല ഈ രാജ്യത്തിന് തന്നെ, ഈ രാജ്യത്തിലെ എല്ലാ മതക്കാർക്കും മതമില്ലാത്തവർക്കും എല്ലാ രാഷ്ട്രീയക്കാർക്കും സന്തോഷിക്കാൻ പറ്റിയ ഒരവസ്ഥ പ്രദാനം ചെയ്യുമാറാം. ദ്വായായി ഒന്നിനും ഒരു കുറവുമില്ല. അതിന് വിളിച്ചു പറയാണ് ഗവൺമെന്റുകൾക്ക് വരെ ചെയ്യാൻ പറ്റാത്ത കാര്യം. എന്താ നിങ്ങൾ വിചാരിച്ച്? ഒരു സർക്കാർ, അത് ആരാകട്ടെ, പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെന്റ്, ഇവിടെയുള്ള എല്ലാ രാജ്യങ്ങളുമായും അവർക്ക് ബന്ധങ്ങളുണ്ട്. ഒരു നാട്ടിലേക്ക് പോകണമെങ്കിൽ തന്നെ ആ നാട്ടിന് വിസ അനുവദിക്കേണ്ടത് ആരാ? ഇവിടുത്തെ സർക്കാരല്ലേ. ഇവരൊക്കെ അങ്ങോട്ട് പോകാൻ വരെ കഴിയോ? പോകട്ടെ, യമനിൽ നിന്നൊരാൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയോ? ഉമർ ഹഫീദ് ഇവിടെ വരണമെങ്കിൽ ഇത് വേണ്ടേ?
വലിയ അബദ്ധമായിരുന്നു ആ പറഞ്ഞത്. എന്നിട്ട് അതിൻ്റെ കാരണങ്ങൾ ഇങ്ങനെ പറയാം. യമൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രത്യേക സ്പെഷ്യൽ നാടാണ്. ആ നാട്ടിൽ ഒരു നയതന്ത്ര ബന്ധം ഇല്ല, അതുകൊണ്ട് കേന്ദ്രത്തിനൊന്നും കഴിയില്ല, നമ്മളാണത് ചെയ്തത്. ഇതൊക്കെ നിങ്ങളൊരു 10 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ തന്നെ കേട്ടുപോകേണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു ഉസാറ് മനസ്സിലാവും. അങ്ങോട്ട് വിളിച്ചു പറയുന്ന പാട്ട് ഇറക്കുക, മാല ഇറക്കുക, ഉറൂസിൻ്റെ വയത് വരെ നിമിഷപ്രിയായി. ഓരോരുത്തരും കണ്ട് ഇറങ്ങിയില്ല ആ നേരത്ത്. പിന്നെ ഓനെ കാണാൻ തന്നെയല്ല ചിലന്. അന്ന് ചാനലിലൊക്കെ നിറഞ്ഞു നിന്നിട്ട് യമൻ്റെ പിന്നെ അതിൻ്റെ പ്രവിശ്യകൾ ഇങ്ങനെയാണ് അതിങ്ങനെയാണെന്നൊക്കെ വിശദീകരിച്ചു കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ വായിക്കാൻ കണ്ടിട്ടില്ല. ആ ഒരുത്തൻ്റെ ചർച്ച ഒന്ന് വെച്ചു കൊടുക്കുക അതിൻ്റെ ഇടക്ക്. ഇതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് ഒന്ന് യമനിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. നിലവിൽ എന്തുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് ഏജൻസികൾക്ക് പോലും അവിടെ ഇടപെടലുകൾ നടത്തുന്നതിൽ ചില സാങ്കേതികമായ തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ യമനൊരു പഴയതുപോലെയല്ല. ഇപ്പോൾ ഏതാനും വർഷങ്ങളായിട്ട് വളരെ അരാഷ്ട്രീയമായ ഒരു കാലാവസ്ഥ യമനിൽ നിലനിൽക്കുന്നുണ്ട്. സൗത്ത് യമന് റാഷിദ് അൽ അലീമിയുടെയും സലാം അബ്ദുള്ളയുടെയൊക്കെ നേതൃത്വത്തിലുള്ള ഒരു ഔദ്യോഗിക ഗവൺമെൻറ്റിൻ്റെ കീഴിലാണെങ്കിലും യമനിൻ്റെ ശരിയായ ക്യാപിറ്റലായ സന ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ അവിടെ ഇപ്പം ഹൂത്തി അല്ലെങ്കിൽ യമനിലെ ഹൗസി എന്നാണ് പറയുക. ആ ഹൂത്തി ഭരണത്തിൻ്റെ കീഴിലാണ് ഉത്തര യമൻ പ്രദേശം നിലനിൽക്കുന്നത്. അവിടെയാണ് തലാലിൻ്റെ കുടുംബം താമസിക്കുന്ന ദമർ എന്ന് പറയുന്ന പ്രവിശ്യ ഉൾക്കൊള്ളുന്നതും. അതോടൊപ്പം തന്നെ ഹൂത്തി ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സനയിലെ ജിനായത്ത് കോടതിയിലാണ് നിമിഷയുടെ വധശിക്ഷ ഉത്തരവ്. ഈ കേസ് നടക്കുന്നതും വധശിക്ഷ വിധിച്ചതും സനയിലെ കോടതിയിലാണ്. അപ്പോൾ അവിടെ ഈ ഹൂത്തി യമനിൽ ഇന്ത്യക്ക് കാര്യമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ബന്ധങ്ങളോ നമ്മുടെ എംബസികളോ ഇത്തരത്തിലുള്ള ഒന്നും തന്നെ ഇല്ല. അപ്പം അത്തരൊരു രാജ്യത്ത് സ്റ്റേറ്റിന് ഇടപെടുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട്. അവിടെയാണ് ആ രാജ്യത്തെ തൻ്റെ അഗാധമായ ഒരു സൗഹൃദം ഉപയോഗിച്ചുകൊണ്ടുള്ള മറ്റൊരു ഇടപെടൽ കാന്തപുരം എ പി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ വലിയൊരു സാധ്യത ഇത് വലിയ യമനിലും കൂടി ആളിക്കത്തിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ നിങ്ങൾ തന്നെ ഉദ്ധരിച്ചു അവിടെയുള്ള സഹോദരൻ്റെ പോസ്റ്റുകളെ കുറിച്ചൊക്കെ. സ്വാഭാവികമായിട്ടും ഒരു ക്രൈം അവിടെ നടന്നിട്ടുണ്ട്, അത് അതീവ ഗുരുതരമായ ഒരു ക്രൈം തന്നെയാണ് എന്നത് വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്തര യമനിൽ ആളിക്കത്തി. അപ്പോൾ ഫേസ്ബുക്കുകളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ക്യാമ്പയിനായിരുന്നു, ഞങ്ങളുടെ സഹോദരൻ്റെ രക്തത്തിന് പകരം ചോദിക്കുന്നു തുടങ്ങിയ. അപ്പോൾ അത്രയും വൈകാരികമായിട്ട് കൂടി ആളിക്കത്തിയ ഒരു വിഷയത്തിൽ ഇടപെടുന്നതിൽ പ്രത്യേകിച്ച് സ്റ്റേറ്റിൻ്റെ സംവിധാനങ്ങൾ പ്രോപ്പർ അല്ലാത്ത, ഇപ്പോൾ ഇതിൽ ഇത്തരം ചർച്ചകളിൽ ഇടപെട്ട ആളുകൾക്ക് പോലും ഈ കുടുംബവുമായിട്ട് ഇത്രയും ദിവസം ഇത്രയും വർഷങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പോലും സാധിച്ചിരുന്നില്ല. കാരണം ഇത്രയും വൈകാരികമായൊരു പശ്ചാത്തലത്തിൽ കൃത്യമായ സ്റ്റേറ്റിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളും ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് നമുക്ക് പോയി ചർച്ചകൾ നടത്തുക എന്നുള്ളതും സാധ്യമായിരുന്നില്ല. അവിടെയാണ് യമനിൽ ഏറ്റവും സ്വാധീനമുള്ളൊരു സൂഫി ലീഡർ ഷെയ്ഖ് ഹബീബ് ഉമറിനെ കാന്തപുരം എ പി മുസ്ലിയാർ വിളിക്കുന്നു. ഹബീബ് ഉമറാണെങ്കിൽ കേരളവുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ള ഒരാൾ കൂടിയാണ്. 2004 അദ്ദേഹം മലപ്പുറത്തെ മഅദിൻ അക്കാദമി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് കേരളത്തിലേക്ക് വരുന്നുണ്ട്. അതിനുശേഷം സമീപകാലത്ത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അസുഖബാധിതനായി കിടന്നപ്പോൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അപ്പം എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത്? കേന്ദ്രത്തിന് യാതൊരു വയ്യുമില്ല എന്നാണ് മനസ്സിലാക്കങ്ങൾ. കാരണം നയതന്ത്ര ബന്ധമല്ല. എന്നിട്ട് അതിൻ്റെ ആ രണ്ട് പ്രവിശ്യകളാണ്. സൂഫി പണ്ഡിതന്മാർ, അവർക്ക് മാത്രമേ അവിടെ ഇടപെടാൻ കഴിയൂ. ഇതൊക്കെ പറഞ്ഞതുകൊണ്ടാണ് പാവം രാഷ്ട്രീയക്കാരൊക്കെ ഇത് വിശ്വസിച്ചു പോയത്. ഒരു നയതന്ത്ര ബന്ധം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളവിടെ ഇടപെടാൻ പാടില്ലല്ലോ. രാജ്യത്തിന് അതിൻ്റെതായ മേഖലകളുണ്ടാവും. ഒരു രാജ്യത്തിനോട് നേരിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ അപ്പുറത്തെ രാജ്യവും അവരോട് സഹകരിച്ച നാടുകളൊക്കെ ഉണ്ടാവും. അവിടെ അതിൻ്റെ എംബസികളുണ്ടാവും. അവരുമായി ബന്ധപ്പെട്ട് ആവശ്യമായ കാര്യങ്ങൾ അവർ നീക്കുന്നുണ്ടാവും. എന്നിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ ഒന്നുമല്ലാതാക്കിയിട്ട് ഞങ്ങൾക്ക് മാത്രമേ ഇടപെടാൻ കഴിയുള്ളൂ. എന്നിട്ട് അവിടെ വരുത്തി തീർക്കുന്ന സംഭവം എന്താ അറിയുമോ? സൂഫി പണ്ഡിതനാണ് ഉമർ ഹഫീദ്, തബ്ലീഗിൻ്റെ നേതാവാണെന്നുള്ളത് നമുക്കറിയാം. അതവിടെ ഇരിക്കട്ടെ. ഈ സൂഫി നേതാവ് സമ്മർദ്ദം ചെലുത്തിയാൽ കുടുംബത്തിൽ മാറ്റം വരും. അവിടെയാണ് നേർക്ക് നേരെ ചരിത്രത്തെ ഇല്ലാതെയാക്കുന്ന ഇവരുടെ ഒരു വലിയ കളവ്. ഒരിക്കലും ഉമർ ഹഫീദ് ഇടപെട്ടാൽ ആ കുടുംബം അനങ്ങുകയില്ല. എന്തുകൊണ്ട്? ഉമർ ഹഫീദുള്ള ഹദർമൗത്ത് തരീം എന്ന് പറയുന്ന സ്ഥലം, അത്
ഭരിക്കുന്നത് സൗദി അറേബ്യയുടെ പിന്തുണയുള്ള അവിടുത്തെ ഭരണാധികാരികളാണ്. ഹദർമൗത്തിലാണ് ഈ കൊല്ലപ്പെട്ട സഹോദരൻ്റെ കുടുംബമെങ്കിൽ നിങ്ങളാ പറഞ്ഞത് ഓക്കെ ആയിരുന്നു. ഒരു പക്ഷേ അയാൾ പറഞ്ഞാൽ കേട്ടിരിക്കാം. അതേ സമയത്ത് അവിടെ നിന്ന് മാറി 635 കിലോമീറ്റർ യാത്ര ചെയ്താൽ എത്തുന്നതാണ് ഹൂത്തി ഗവൺമെൻറ് ഭരിക്കുന്ന അല്ലെങ്കിൽ ഹൂത്തി ഭരണകൂടം ഭരണം നടത്തുന്ന പ്രദേശത്തിൻ്റെ തലസ്ഥാന നഗരിയായ സൊൻആ. ഇതൊക്കെ നമ്മൾ പഠനം നടത്തി ആർക്കും നടക്കുമല്ലപ്പത്. കാരണം നിങ്ങൾ പ്രതിനിധിയാണ് എന്ന് പറഞ്ഞയക്കുന്ന ആളുകൾ തന്നെ നേരിട്ട് വിവരം ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഞങ്ങളോട് പറയുന്നുണ്ട് സംഗതി AP ഇടപെട്ടിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഇടപെട്ടിട്ടുണ്ട് എന്ന് തന്നെ നമ്മളും പറഞ്ഞ്. പക്ഷെ പിന്നെ ഇടയിൽപ്പെട്ടതാണ്, ഇടയിൽപ്പെട്ടതാണ്, ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആ പോകുന്ന ആളുകൾ ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോയി നോക്കി. 600 ചില്ലാണം കിലോമീറ്റർ യാത്ര ചെയ്ത് സൊൻആയിലെത്തിയത് കൊണ്ട് ഈ കുടുംബത്തെ കാണാൻ കഴിയില്ല. അവരെ പിന്നെയും തമർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 3-3.5 മണിക്കൂർ വീണ്ടും മലമുകളിലൂടെയും മറ്റൊക്കെ ചെന്ന് അവരെ കാണണം. അവരെ ഉമർ റഫീദിനെ അംഗീകരിക്കുന്ന ഇപ്പറയുന്ന ആളുകളാണെങ്കിൽ ചെറിയൊരു സാധ്യതയെങ്കിലും ഉണ്ടായിരുന്നു. അതേ സമയത്ത് ആ സ്ഥലവും ഈ കുടുംബവുമെല്ലാം സൈദിയാക്കൾ അഥവാ ഷിയാക്കളിലെ വളരെ ഗൗരവമേറിയ ഒരു വിഭാഗമാണവർ. ഉമർ റഫീദിൻ്റെ പേര് ഉമർ എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ ഒരു പരിഗണിക്കൂല. അത്രയും പ്രശ്നമുള്ളൊരു ഏരിയയും കുടുംബവുമാണ്. ഉസൈബി കുടുംബമാണവർ, ഷിയ വിഭാഗത്തിലെ സൈദിയാക്കൾ. മറ്റേ ആൾ ബോറാറിന് ഓർമ്മല്ലേ, പിന്നെ ആളെ കണ്ടിട്ടില്ല. ഇതുപോലെ ഉമർ റഫീദ് ഒരിക്കലും അവിടെ ഇടപെട്ട ഒന്നും നടക്കൂല, എല്ലാം കൂടി ഇല്ലാതാവുള്ളൂ. സത്യം ഞാൻ പറഞ്ഞിട്ടേ, കാന്തപുരം ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ വലിയ പ്രതീക്ഷകൾ ഇവിടെ സംഭവിക്കുമായിരുന്നു. നേരെ എതിരാവാ ചെയ്യുക. ഇപ്പം സുന്നിയായ ഒരു കുടുംബം, അവിടെ ഒരു മുജാഹിദിനെ നമ്മളാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? സക്കരിയ സൊലാഹിനാക്കി കുടുംബമായിട്ടൊന്ന് സംസാരിക്കാൻ പറഞ്ഞയച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഉള്ളവും കൂടി ബാത്തിലാവൂലേ? ഇതാണ് ഇപ്പോൾ അവിടെ നടന്നത്. എന്നിട്ട് അങ്ങനെ അയാൾ ഒന്നുകൂടി ഇടപെട്ടോട്ടെ, ഇതിൻ്റെ വ്യക്തമായ ഭാഗം ലഭ്യമാണ്. ഇപ്പോൾ സൗത്ത് യമനിലും മറ്റൊക്കെയുള്ള ആളുകൾ മണിക്കൂറുകളോളം ട്രാവൽ ചെയ്ത് ഒമാനിൽ ബൈ റോഡ് പോയിട്ട് അവിടെ നിന്നാണ് വിദേശത്തേക്കൊക്കെ ചികിത്സ പോലെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ അവർ പോകാറ് പോലുള്ളത്. അപ്പം അത്തരൊരു സ്ഥലത്ത് നമ്മുടെ രാജ്യത്തിന് ഡിപ്ലോമാറ്റിക് തലങ്ങളിൽ ഇടപെടുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട്, സാധ്യമല്ല എന്ന് തന്നെ പറയാം. നമുക്കറിയാം, ഇന്നലെയാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അറ്റോർണി ജനറൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഞങ്ങൾ നിസ്സഹായരാണ്, ഒരു ഷെയ്ഖ് ഇതിൽ ഇടപെടുന്നു എന്ന് പറയുന്നത്. അവിടെ തന്നെ ഗവൺമെന്റിന്റെ നിസ്സഹായാവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. നിസ്സഹായർ എന്ന പ്രയോഗമല്ല അദ്ദേഹം ഓറൽ സബ്മിഷനിൽ നൽകിയിരിക്കുന്നത്. പരിമിതികളുണ്ട് ഇടപെടുന്നതിന്. കാരണം അവിടെ ഒരു പ്രയോഗമല്ല, ആശയം, പരിമിതികളുണ്ട്. തീർച്ചയായും. രണ്ടാമത്തത്, ഗവൺമെന്റ് തലത്തിൽ ഇടപെടലുകൾ നടത്തിയാൽ തന്നെ ഇതൊരു ഗവൺമെന്റ് തീരുമാനിക്കേണ്ട വിഷയമല്ല. യമനിലുള്ള ജിനായത്ത് കോർട്ടിൽ, അതായത് ക്രിമിനൽ കോടതി, ജിനായത്ത് കോടതിയുടെ പരിഗണനയിൽ വരുന്ന ഈ കേസിൽ യമനിന്റെ ശരീഅ ലോ പ്രകാരമാണ് അവിടുത്തെ എക്സിക്യൂഷൻ സംഭവിക്കുക. അപ്പോൾ അതിൽ ഈ വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഗവൺമെന്റോ യമൻ പ്രസിഡന്റിന് പോലും അതിൽ പിന്നെ തീരുമാനമില്ല. അപ്പൊ ഈ ശരീഅ ലോ പ്രകാരം പിന്നെ അതിൽ തീരുമാനമെടുക്കാൻ അവകാശമുള്ള ഏക വ്യക്തി എന്ന് പറയുന്നത് ഈ ഇരയുടെ രക്തബന്ധുക്കളാണ്. അപ്പോൾ തലാലിന്റെ കുടുംബത്തെ അനുനയിപ്പിക്കുക, അവരുടെ സമ്മതം കിട്ടുക എന്നതായിരുന്നു ഇതിൽ പ്രധാനം. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഇടപെട്ട ആളുകൾക്ക് ഈ കുടുംബവുമായിട്ട് സംസാരിക്കാൻ പറ്റാത്തത് എന്ന്? വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്തോളിയോ, നമുക്ക് ആവശ്യമുണ്ടാവും. യമന്റെ അഥവാ സൊൻആയിലെ പരമോന്നത കോടതിയാണ് വധശിക്ഷ വിധിച്ചത്. വധശിക്ഷ വിധിക്കുക മാത്രമല്ല, അതിലൊക്കെ വലതും പറയാണ്ട്. നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ, ഇപ്പം നമ്മളെ ഇതിലൊക്കെ വരുന്നുണ്ടല്ലോ, അബ്ദുൽ ഫത്താഹ്, എല്ലാ വിവരങ്ങളും എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ വേറൊരു മകൻ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു അബദ്ധത്തിൽ വേറെ ആൾ കൊന്നതാണ്. അന്ന് അദ്ദേഹം മാപ്പ് കൊടുത്തു. മാപ്പ് കൊടുക്കാൻ പെടുന്ന കണ്ട് വയലാറേണ്ട ആവശ്യമൊന്നുമില്ല, ഓൽക്ക് അറിയത്. അതേ സമയത്ത് ഇത് മാപ്പർഹിക്കുന്നില്ല എന്ന് അവർ പറയുന്നത് അവരെ വാദമാണ്. കാരണം അങ്ങനെയാണ് കൊന്നത്.
കൊന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ ശേഷം 110 കഷ്ണങ്ങളാക്കി. കൊല ചെയ്യപ്പെട്ടതിന് ശേഷം വീണ്ടും അവിടെ മൃതശരീരത്തോട് വരെ അതിൻ്റെ ഗ്രാവിറ്റി അത് കൂടി വരികയാണ് ഇവരെ ഈ പ്രവർത്തനം കൊണ്ട്. അപ്പോൾ അത്രയും അതിശക്തമായി ആ സംഭവം വരുന്നത് കൊണ്ടാണ് ഇവർ മാപ്പ് തരാത്തതെന്നാണ് ഓല വാദം. ഞാൻ ചെന്നാൽ മതി മാപ്പ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവിടെ ഇടപെടാനുള്ള ഒറ്റ വഴിയേ ഉള്ളൂ, അത് കേന്ദ്ര സർക്കാരിന് അവരുടെ മറ്റു രാഷ്ട്രങ്ങളുമായി യോജിച്ച് വേണമെങ്കിൽ അവിടുത്തെ ഭരണകൂടത്തോടൊക്കെ സംസാരിച്ച് ഈ കുടുംബത്തിനോട് സംസാരിച്ച് നോക്കാം. നോക്കണം, ഇതൊക്കെ വളരെ ലാഘവത്തോടാണ് പറയാണ്. യമനിലെ പരമോന്നത കോടതി കാരന്തൂരിലേക്ക് ലെറ്റർ അയച്ചു കൊടുത്തു. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിടലാണ്. കുന്നമംഗലത്തെ കോടതി ഒരു ഹർജിയും കൊടുക്കാതെ മർക്കസിക്ക് ലെറ്റർ അയക്കും. പിന്നല്ലേ യമനിലെ പരമോന്നത കോടതി ചങ്ങായിമാരെ, എന്ത് ജാതി വിടലാങ്ങളീ വിടണത്? തൊയ്രുസ്താ പറയലുണ്ട്, തോട്ടുനിന്ന് അയില കിട്ടിയാറിന് കുഴപ്പമില്ല, പൊരിച്ച അയില കിട്ടി എന്ന് പറയരുത്. അവിടേക്കല്ലേ ഇപ്പോൾ ഇത് എത്തിയത്? എവിടേക്കാണ് നിങ്ങൾ ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത്? എന്നിട്ടിപ്പോൾ എന്തായി? ഇപ്പം എല്ലാവരും ഇങ്ങനെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ കുടുങ്ങി വരും. കാരണം എന്താ? നയതന്ത്ര ബന്ധമില്ല എന്ന് പോലെ തന്നെ പറയണം. ഗവൺമെൻറ് നിസ്സഹായനാണെന്നാണ്, ഒന്നും ചെയ്യാൻ കഴിയില്ല. പാവം കേന്ദ്ര ഗവൺമെൻറ്. പിന്നെ ബൽക്കാണ് ചെയ്യാൻ കഴിയുക. എന്താ ചെയ്യാൻ കഴിയുക? കുടുംബത്തോട് ബന്ധപ്പെടൽ മാത്രം. പറഞ്ഞു കേട്ടില്ല നിങ്ങൾ? ഭരണകൂടത്തോടോ പ്രസിഡന്റിന് പോലും സംസാരിച്ച കാര്യമില്ല. കാരണം ഓൽക്ക് ഇതിൽ അധികാരമില്ല. അതൊക്കെ പഠിച്ചു വെച്ചോളി. ഇനി ജഡ്ജി അറിഞ്ഞ് വരുമ്പോൾ ചെവി പിടിക്കണം. നമുക്ക് കുടുംബത്തോട് ബന്ധപ്പെടലല്ലാതെ വഴിയില്ല. കുടുംബം പറയുന്നു ഞങ്ങളോട് ബന്ധപ്പെട്ടിട്ടില്ല, അത് തീരോടെ സുഹറിയും കുബറിയും കൂടിയാണ് വെച്ചാൽ എത്തിച്ചേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ നോക്കിക്കോളൂട്ടോ. ഇപ്പം എന്തായിന്നറിയോ? ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ചർച്ച അല്ല, കാന്തപുരത്തിന് ഹൂത്തികളോട് ബന്ധമുണ്ടോ? ഹൂത്തികളെന്ന് പറഞ്ഞാൽ തീവ്രവാദികളായി പല രാജ്യങ്ങളും ഓരോ പട്ടികയിൽ ഉൾപ്പെടുത്തിയവരാ. അപ്പം ആ ബന്ധം അന്വേഷിക്കണം. തീവ്രവാദികളുമായി ബന്ധമുണ്ടെങ്കിൽ അത് രാജ്യത്തിന് ഭീഷണിയാണ്. അതുകൊണ്ടാണോ കേന്ദ്ര ഗവൺമെന്റിനെ ഓവർടേക്ക് ചെയ്യുന്നത്? അപ്പോൾ ഉറൂസിന് പോയിട്ട് മറ്റോ വഴുതു വരെ കണ്ടോ, നമ്മളെ ഉസ്താദിനെ തീവ്രവാദിയാക്കാൻ പോവാണ്. വഴുതു തുടരുന്നു, കണ്ടോളൂ. വിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുമ്പോൾ ആ വധശിക്ഷയിൽ നിന്ന് ആ ഇന്ത്യക്കാരിയായ നമ്മുടെ നാട്ടുകാരിയായ പെൺകുട്ടിയെ നിങ്ങൾ മോചിപ്പിക്കണമെന്ന് സുൽത്താനുൽ ഉലമ, സൂഫി ലോകത്തിന്റെ ചക്രവാളത്തിൽ നേതൃത്വം നൽകുന്ന ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം ഉസ്താദ് അവറുകൾ യമനിലെ സൂഫി പണ്ഡിതന്മാരെ വിളിച്ച് ആവശ്യപ്പെട്ടപ്പോൾ തീവ്രവാദികൾക്കെതിരെ, ഭീകരവാദികൾക്കെതിരെ എന്നും സന്ധിയില്ല സമരം നയിച്ച ഷെയ്ഖ് ഹബീബ് ഉമർ ഹഫീദ് വലിയ പണ്ഡിതനാണ്, സയ്യിദാണ്, സൂഫി വര്യനാണ്. മഹാനവറുകളെ വിളിച്ച് ആവശ്യപ്പെട്ടപ്പോൾ ആ ഉമർ ഹഫീദ് തങ്ങൾ ആ വിഷയത്തിൽ ഇടപെടുകയാണ്. ഓ സുഹൃത്തുക്കളെ, യമനിലെ ഭരണകൂടവുമായി ബന്ധപ്പെടുകയാണ്. ഈ സമയത്ത് അതാ സുൽത്താനുൽ ഉലമക്ക് യമനുമായി ഹൂത്തികളുമായൊക്കെ ബന്ധമുണ്ടെന്ന് വിവരദോഷികൾ പറയുന്നുണ്ട്. അള്ളാഹു അങ്ങനെയുള്ള അല്പജ്ഞാനികളുടെ അക്രമങ്ങളിൽ നിന്ന്, തേജോവധങ്ങളിൽ നിന്ന് നമ്മുടെ ഉലമായിനെ കാത്തുരക്ഷിക്കട്ടെ. ഉമർ ഹഫീദിനെ തീവ്രവാദികൾ മുഹമ്മദ് എന്ന് പറയാത്ത ഭാഗ്യം. ഇവരെന്തും പറയും. എന്നിട്ടിപ്പോൾ ദ്വാരക്കാണെന്ത്? എന്താണ് ഇവിടെ സംഭവിച്ചത്? നമ്മളെ ഉസ്താദിനെ തീവ്രവാദിയാക്കുന്നുണ്ട്, നമ്മളെ ഉസ്താദിനെ ഹൂത്തികളുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ഇടങ്ങാറാക്കുന്നുണ്ട്. അവരെ തൊട്ട് കാക്കണേ. പൊന്നാര ചങ്ങാതി, ഇവിടുന്ന് കോഴിക്കോട്ട് ചെന്ന് പാലക്കാട്ടേക്ക് ബസ് കയറിയിട്ട് തൃശ്ശൂരിലേക്ക് എത്തിച്ചേരണേന്ന് ദ്വാരുന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ ഉസ്താദിനെ കേന്ദ്രത്തിന് വരെ ഏതെല്ലാം രൂപത്തിൽ സംശയിക്കാൻ പറ്റുമോ ആ രൂപത്തിൽ ഉസ്താദിനെ ഇരയാക്കി ഇട്ടുകൊടുത്ത ഇന്റർനാഷണൽ ദാഴിയെ പിടിക്ക്. അയാളോട് പറ, ഇത് കൈവിട്ട കളിയാണ്,
ഇന്ത്യ രാജ്യത്തൊരു ഭരണകൂടമുണ്ടാകുമ്പോൾ ആ ഭരണകൂടത്തിന് കഴിയാത്ത ഒന്ന്, അതും ഭീകരവാദികളെന്ന് രാജ്യം പറയുന്ന ഒരു വിഭാഗവുമായി ഞങ്ങളുടെ ഉസ്താദിന് ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായും ആ ബന്ധം അന്വേഷിക്കണമെന്ന് ഇവിടത്തെ ഭരണകൂടമോ അല്ലെങ്കിൽ ജനങ്ങളോ പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? 4 ഭാഗത്തു നിന്നും പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നപ്പോ ഒടുവിൽ മർക്കസിൽ അടിയന്തര യോഗം. മരം കൊമ്പ് മരത്തിനേക്കാൾ വലുതാവാൻ പാടില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ താഴെ നിന്നിട്ടുള്ള അവരെ ആ ഒരു സഹായത്തിലുള്ള ഇടപെടലേ നടക്കൂന്ന് പിന്നെ പറഞ്ഞു കൊടുത്തു. നിങ്ങളൊന്ന് ആലോചിച്ചു, ഇവരൊരു കഥ. വലിയ വിദ്യാഭ്യാസ വിദഗ്ധരും വലിയ അഡ്വക്കറ്റുമാരും ഇതൊക്കെ വെറുതെ ഇപ്പം അവൻ പറഞ്ഞില്ല, സൂഫി പിന്നെന്താ ചക്രവാളത്തിലെ പ്രധാനിയാണ് ഞങ്ങളുടെ കാന്തപുരം. ആ പറഞ്ഞ ആളെന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അയാൾ ഒരു ചുക്കുമല്ല പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, എൻ്റെ കൂടെ എത്രയോ നമ്മളെ മശായിഖന്മാരൊക്കെ വന്നിരുന്നതാണ്. ഫോട്ടോ വീഡിയോ കണ്ട് നിഷേധിച്ചാൽ അടുത്തിൽ വിടും. വലിയ കളിയൊന്നും ആരും കളിക്കണ്ട. ആളുകളെ പൊട്ടീസാക്കാൻ ഇല്ലാത്ത മധു പറയാം. രാത്രിയാകുമ്പോൾ നമ്മളെടുത്ത് വന്നിട്ട് എനിക്കൊരവസരം തരുമോ എന്ന് ചോദിക്കുക. അപ്പോൾ സൂഫി ചക്രവാളത്തിലെ ശംസ അവിടെ അല്ലാണ് പോയാൽ പോരെ. അപ്പം നിങ്ങൾക്കറിയാം അത് ശംസല്ല, കൊതുക് പോലുമല്ല. ഇതാണ് ഇവരുടെ പദ്ധതി. അങ്ങോട്ട് പറയുന്നേ കേന്ദ്ര ഗവൺമെന്റിന് കഴിയാത്തത്. അതൊക്കെ വലിയ അബദ്ധമാണ്. സർക്കാർ എന്ന് പറയുന്ന പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെന്റിന് ഏത് രാജ്യവുമായി ബന്ധപ്പെടാനുള്ള വഴികളുണ്ട്. സുപ്രീം കോർട്ടിൽ ആ വിഷയം വരുമ്പോൾ അവിടെ പറയാൻ പറ്റിയൊരു പോയിന്റ് ഉണ്ടോ? അതേ പറയാൻ പറ്റൂ. നിങ്ങളെപ്പോലെ പൊട്ടന്മാർ, നിങ്ങളിപ്പോൾ എന്തോ ഒന്ന് കിട്ടാതെ തന്നെ പത്രസമ്മേളനം നടത്തിയ ടീം. അതേപോലെ കേന്ദ്ര ഗവൺമെന്റ് ഒരു സുപ്രീം കോടതിയിൽ പറയേണ്ട ഒരു കാര്യം അവിടെ പറഞ്ഞു. അതേ സമയത്ത് അവർക്ക് കഴിയുന്ന രൂപത്തിൽ വീണ്ടും നോട്ടം തുടങ്ങി. സുപ്രീം കോടതിയോട് അങ്ങനെയാ പറയേണ്ടത്. ഇത് മനസ്സിലാണ്ട് ഇന്നിയാത്തുൽ അർബറിനൊരു സാധനം എവിടെ എന്ത് പറയണം അത് പഠിച്ചില്ല. നിമിഷപ്രകാരങ്ങൾ മാലുണ്ടാക്കി നടക്കണകൾ ഞാൻ വെറുതെ പറയല്ല. എന്നിട്ട് കുടുങ്ങിയപ്പോൾ ഇപ്പൊ ലാസ്റ്റ് വാർത്ത കേട്ടില്ല നിങ്ങൾ? ഞങ്ങളുടെ സുൽത്താൻ കാന്തപുരം കേന്ദ്രം വരെ ഓവർടേക്ക് ചെയ്ത് നേരിട്ടിടപെട്ട് ഇന്ത്യയുടെ സുൽത്താനായി. കേരള ഗവൺമെന്റ് വേണ്ട, സെൻട്രൽ ഗവൺമെന്റ് വേണ്ട, ഞങ്ങളെ സുൽത്താൻ ഒന്ന് പറഞ്ഞാൽ കോടതി വരെ തരിച്ചു പോകും. എന്തൊക്കെ ആയിരുന്നു. ഒടുവിൽ വിഷയം അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ മുട്ടുമടക്കിയിട്ട് കേന്ദ്രത്തിനോട് പറയാ ഒന്ന് സഹായിക്കണേ. ഇപ്പോഴാ ബോധം വന്നത്. അപ്പോൾ അതാ പുതിയ വാർത്ത, കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം തേടി കാന്തപുരം ഉസ്താദ്. അതിനാണോ പിന്നെ സഹായം തേടി? നിങ്ങൾ മുകളിലല്ലേ, കേന്ദ്രങ്ങളോട് സഹായം തേടല്ലേ വേണ്ടി. വിദേശകാര്യമന്ത്രി മർക്കസിൽ വന്നിട്ട് ഹലോ മിസ്റ്റർ ഉസ്താദ് അവറുകളെ നിങ്ങളൊന്ന് ഞങ്ങളെ സഹായിക്കണേ എന്ന് ഇങ്ങോട്ട് പറയല്ലേ വേണ്ട. നിങ്ങൾ ഏറ്റവും മുകളിലല്ലേ. കുഞ്ഞാപ്പുവാണിനൊക്കെ ഒരു കതിറില്ലേ. പുതിയ വാർത്ത കേട്ടോക്ക്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നു. 6 അംഗ സംഘത്തെ യമനിലേക്ക് അയക്കുവാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ 2 പേർ കേന്ദ്ര നയതന്ത്ര പ്രതിനിധികളായിരിക്കണം, 2 പേർ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രതിനിധികളും 2 പേർ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധികളുമായിരിക്കണം. ഈ ആവശ്യം നേരത്തെ ആക്ഷൻ കൗൺസിൽ ഉന്നയിച്ചതാണ് സുപ്രീം കോടതിയിൽ. ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ നിലപാടാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ മർക്കസിന്റെ ഭാഗത്തു നിന്നും കാന്തപുരത്തിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു ആവശ്യം വന്നിട്ടുണ്ട്. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണം, അങ്ങോട്ട് നയതന്ത്ര പ്രതിനിധികളെ അയക്കണം, അതിനുവേണ്ടിയുള്ള നയതന്ത്ര തീരുമാനം എടുക്കണം എന്നുള്ളതാണ്. അവരുടെ യാത്രയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ എടുക്കണമെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മർക്കസിന്റെ ആവശ്യവും അതാണ്. ആ സമയത്ത് തന്നെയാണ് യമനിൽ കൂടുതൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. MS അനീഷ് കുമാർ ചേരുകയാണ്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കേന്ദ്രത്തിന്റെ സഹായം തേടി ഒരു സമിതി രൂപീകരിച്ച് 2 ആള് കേന്ദ്രത്തിൽ നിന്ന് വരണം, എന്നിട്ട് നമുക്ക് യമനിലേക്ക് പോകാം. അതെന്തിനാ? ഉസ്താദ് അയലാമർത്തബയിലല്ലേ, കേന്ദ്രമൊക്കെ താഴെയല്ലേ, ഒന്നിനും കഴിയൂലല്ലോ, നിസ്സായ അവസ്ഥയിലല്ലേ. ഇപ്പം എന്തിനാ കേന്ദ്രത്തിൻ്റെ സഹായം തേടിയത്? നിങ്ങൾ എന്ത് വിദ്യാഭ്യാസ വിദഗ്ധരാണ്? നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത LLB എന്തിനാണിതൊക്കെ? എവിടെ എത്തി നിങ്ങൾ? ഒടുവിൽ കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ വന്ന് ഞങ്ങൾക്ക് സഹായം തരണം. അതെന്നെ പൊട്ടത്തരാ. നിങ്ങളോട് ആരെയും പോകാൻ പറഞ്ഞ്?
കേന്ദ്രത്തിന് എന്തിനാ ഞങ്ങളാവശ്യം? കോടതിയിൽ വരെ ഇവർ പോയി നോക്കി. ഞങ്ങളെ 2 സമിതി, 2 ആൾ കുപ്പായൊക്കെ തേച്ച് എമ്മിൽ പോകാൻ വേണ്ടി നിന്നിരുന്നു. നമ്മൾ ആമിതൊക്കെ അങ്ങനെ ആദ്യം തന്നെ പറയുന്നത് വെറുതെ നിൽക്കേണ്ട, അത് കിട്ടൂലെന്ന്. അങ്ങനെ പിന്നെ പോയി കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു നിങ്ങൾ പോയിട്ട് പ്രത്യേകിച്ച് അവിടെ ഗുണമൊന്നുമില്ല, ഞങ്ങൾക്കും കൂടി ഒരു ചിലവ് കൂടുന്നല്ലാതെ ഞങ്ങൾ കാര്യമായതൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അതിൻ്റെ പണി നടന്നുകൊണ്ടുമുണ്ട്. മറ്റ് രാഷ്ട്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇവരൊന്നും ഉണ്ടാതിരുന്നാൽ അത് ഭംഗിയാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേന്ദ്രം ചെയ്യാനുള്ളതൊക്കെ ചെയ്യട്ടെ. നിങ്ങളൊരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ ഞങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നവർക്ക് ഇന്ത്യ രാജ്യത്ത് എങ്ങനെ ജീവിക്കണമെന്നറിയാം. നിങ്ങൾക്കും അതും അറിയില്ല എന്നല്ലേ ഇപ്പറഞ്ഞിൻ്റെ മകന? ഇതായിരിക്കാം മനസ്സിലാവാത്തത്. വിദേശത്തൊരു കാര്യം, അതും കേന്ദ്രം ഓൾറെഡി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ പിന്നെ അവിടെ പോയി കണ്ട് നമ്മളെ നാട്ടിൽ തന്നെ ഒരു മസലത്ത് നടക്കാൻ വിചാരിച്ചോളി. 2 ആൾ തമ്മിൽ പ്രശ്നം തീർക്കാൻ ഒരു മഹല്ല് കമ്മിറ്റി ഇടപെടുകയാണ്. അപ്പോൾ പിന്നെ വേറെ ആൾ അതിൻ്റെ അപ്പുറത്ത് പോയിട്ട് വേറെ ശ്രമം നടത്താൻ പോകണ്ടോ? ഇവരെ കൂടെ അല്ലാതെ